ഇന്ന് എൻ്റെ ഒരു ഹെയർ കെയർ ഡേ ആണ്. സോ ഈ പൊട്ട മുടിക്കാണോ നീ ഹെയർ കെയർ കൊടുക്കുന്നത് വെച്ചാൽ ഐ ഹാഡ് എ ലോങ് ഹെയർ. ഞാൻ എൻ്റെ അഹങ്കാരം കൊണ്ട് അതിനെ വെട്ടി. അപ്പം വെൽക്കം ടു വെരി സിമ്പിൾ ആൻഡ് ഹെൽത്തി ഹെയർ കെയർ റെമഡി. വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഒരു ഹെയർ കെയർ ചെയ്യാൻ നോക്കാം. അതെന്തിനാ നല്ല ചുവന്ന നാടൻ തുളസിയും അതിൻ്റെ ഇലയും പറിച്ചിട്ടുണ്ട്, പിന്നെ തുളസി പറിച്ചിട്ടുണ്ട്. ബാക്കി വീഡിയോയിലോട്ട് പോവാം. ആലോവേറ ഇത് പൊട്ടിക്കണല്ലോ. ഓൺലി 2 hands I have. What to do? സോ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ആക്ച്വലി കൈക്കിട്ട ഇലകളൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ചെമ്പരത്തിൻ്റെ ഇല, അലോവേര, ലേശം തുളസി. ലൈക്ക് ഇനി പേനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തുളസി നല്ലതാണെന്ന് എല്ലാവരും പറയും. സോ കുറച്ച് തുളസി, പിന്നെ കറിവേപ്പില, വേണേൽ കുറച്ച് മുരിങ്ങേൻ്റെ ഇല കേട്ടോ, ബിക്കോസ് ഞാൻ കണ്ട ഇലയൊക്കെ എടുത്തിടാറുണ്ട്. പിന്നെ ഐ യൂസ് ടു ഡു മൈ ഹെയർ കെയർ. ഇപ്പം ഞാൻ ആക്ച്വലി 1.5 കൊല്ലം എൻ്റെ ഹെയർ കെയർ ചെയ്തിട്ട്. സോ ഇന്ന് മുതൽ ഞാൻ വീണ്ടും സീരിയസ് ആയിട്ട് ഹെയർ കെയർ ചെയ്യുകയാണ്. ആൻഡ് തലേന്ന് വെള്ളത്തിലിട്ട ഉലുവ, എൻ്റെ വെള്ളവും ഉലുവേൻ്റെ നല്ല അലിഞ്ഞിട്ടുണ്ടാവും, അതിനെയും ഞാനൊന്ന് പേസ്റ്റ് ആക്കും. ആൻഡ് യു ക്യാൻ യൂസ് തലേന്നത്തെ കഞ്ഞിവെള്ളം. പക്ഷെ ഞാനത് യൂസ് ചെയ്യുന്നില്ല ബിക്കോസ് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചില്ല. ഞാൻ ഉലുവ ഇന്നലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് അരയ്ക്കാം. പോയി കറിവേപ്പില പറിക്കട്ടെ. ആക്ച്വലി എനിക്കിത് എവിടെ നോക്കി സംസാരിക്കണം എന്നൊന്നും അറിയില്ല. ക്യാമറ നോക്കുമ്പോൾ എനിക്കൊരു മതി കോക്കണം. അപ്പോൾ നമുക്ക് ഈ ചെമ്പരത്തിൻ്റെ ഇല, കറിവേപ്പില, ചെമ്പരത്തിൻ്റെ പൂവ് നല്ല ഇഷ്ടം. ബിക്കോസ് എനിക്ക് ഇഷ്ടം, കുറേ ആൾക്കാർക്ക് ഇഷ്ടമല്ല. എന്താ സാധനം ജിൽജില ഐ മീൻ ഒരു കൺസിസ്റ്റൻസി ഇല്ല, അതെനിക്കിഷ്ടമാണ്. ചെമ്പരത്തിൻ്റെ ഇല വളരെ നല്ലതാണ്. കറിവേപ്പില, തുളസി, നമ്മൾ പറിച്ചെടുത്ത സാധനങ്ങളൊക്കെ നമുക്കൊന്ന് എടുത്തിട്ട് ഒന്ന് കഴുകാം. പറമ്പെന്ന് പറിച്ചുകൊണ്ടൊന്നല്ലേ, പൊടിയൊക്കെ ഉണ്ടേ പോയിക്കോട്ടെ. ഇങ്ങനെ തന്നെ കഴുകുക. ഇനിയാണ് എൻ്റെ ഫേവറേറ്റ് പരിപാടി ഞാൻ കാണിച്ചു തരാം. നമ്മളെ കച്ചാറേൻ്റെ ഈ കറിന് അത് പോക്കണം. അത് വെള്ളത്തിൽ മുക്കിയാൽ പോകും. എന്നിട്ട് നന്നായിട്ട് കഴുകാം. എന്നിട്ട് ഒരു കത്തി എടുക്കാം. ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുത്താൽ നല്ല ജെല്ലി നമ്മുടെ കൈ കിട്ടും. വി ഗെറ്റ് ദിസ് ജെല്ലി. ഇനി ഇതിനെ ഒരാവശ്യമില്ലാണ്ട് കൊച്ചുണ്ടാക്കിയ അലമ്പ് സ്വഭാവം. ഉലുവയാണ് നല്ല വെള്ളത്തിലിട്ട, തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച ഉലുവ. നല്ല തിക്കാണ്. അപ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്ന് അരിക്കുന്നതായിരിക്കും. കോൾ ദം ടു കം മാഡം. എന്താ കൊണ്ടുവന്ന്? ഓക്കെ, ഹൈ സേ ടു മൈ സബ്സ്ക്രൈബർ. ഒരാൾ താളി ഉണ്ടാക്കാനാണ് ഇത്രയും ആൾക്കാർ ഈ അടുക്കളയിലുള്ളത്. ഒരു താളിക്ക് വേണ്ടിയിട്ടാണ്. അല്ല, തോർത്തുണ്ട് കൂടിയ വേഗം പോവുകയാണ്. അല്ല, കുറച്ച് കണ്ണിയകലുണ്ട്. പിന്നോ ഞാൻ കാണുന്നില്ല. വളരെ സിമ്പിളായിട്ട് എങ്ങനെ താളി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എങ്ങനെ താളി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. തോർത്ത് വെക്കണം. തോർത്തിൻ്റെ ഒരു തല. വീണ്ടും നമ്മൾ അരിപ്പയിലേക്ക് മാറിയിരിക്കുകയാണ്. വലിയമ്മേന്റെ പൊട്ട ഐഡിയ വർക്ക് ചെയ്തില്ല. പൊട്ട ഐഡിയ അല്ല, നല്ല ഐഡിയനും. പക്ഷെ നമ്മുടെ അടുത്തുള്ള തുണി വേറെ ചെയ്യുന്നു. അങ്ങനെ എന്റെ മടി കാരണം വലിയമ്മ വന്നെല്ലാം ചെയ്തിരിക്കുകയാണ്. വലിയമ്മ എന്താണ് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? പറയല്ല, പണി ഉണ്ടാക്കുക എന്നല്ലാണ്ട് ഇവർക്ക് യാതൊരു ഇല്ല. നന്ദി, നമസ്കാരം. Taking a vlog from Mallu family is so hard. Background is so hard. അതിനും വേണം പോക്കൂട്. അത് പിടിപ്പിക്കുമ്പോ hear some കുടുംബശ്രീനോ. ആദ്യം കണ്ണി അകലമുള്ള ചെറുപ്പെടുത്തിട്ട് മുടി നന്നായി ചീകുക, എന്നിട്ട് ജട പോക്കുക. എൻ്റെ യൂട്യൂബ് ചാനലാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ താളിയൊക്കെ തേച്ച് നമുക്കൊന്ന് കുളിച്ചിട്ട് വരാം. ഷാമ്പു ഇടുന്നില്ലെന്ന് ഇന്ന് വെറും താളിയിട്ട് കുളിക്കാം. വേണമെങ്കിൽ നാളെ ഷാമ്പു ഇട്ട് കുളിക്കാം. താളി ഈസ് എ വെരി ഗുഡ് ഷാമ്പു ആൻഡ് കണ്ടീഷണർ എന്നാണ് പഴമക്കാർ പറയുന്നത്. കുളിയൊക്കെ കഴിഞ്ഞ്
ഈ മുടി ഒന്ന് ലൈക്ക് എന്താ പറയുക ഒന്ന് ഉണങ്ങിയിട്ടാണ് നമ്മൾ ഇതിനെ ചീകാൻ പാടുള്ളൂ. അതായത് ഒരു ഇളമുണക്കം മയ്യ അങ്ങനെ അറിയോ, ലൈക്ക് ഒന്ന് വെള്ളമൊക്കെ ഉണങ്ങി ഒന്ന് വെള്ളമൊക്കെ പോയി ഒന്ന് ഉണങ്ങിയിട്ടാണ് ഞാൻ ഇതിനെ ഇനി ചീവുള്ളൂ. കണ്ണെഴുതാം, പൊട്ടുതൊടാം, എവിടെയും പോകാനില്ല, എന്നാലും അതൊക്കെ ചെയ്യാം. ആക്ച്വലി ഞാൻ കണ്ണെഴുതാൻ നോക്കിയപ്പോൾ താഴെ എഴുതുന്നത് കാണുന്നില്ല. ഐ മീൻ കാജൽ ഇതിന് തപ്പി താഴെ പോകാൻ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ മേലെ എഴുതി. എന്തിനാണ് എഴുതിയൊരുങ്ങുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പക്ഷേ എനിക്കങ്ങനെ ഒരുങ്ങാൻ തോന്നി. ഒന്ന് ലിപ്സ്റ്റിക്ക് വേണം. അപ്പോൾ എല്ലാവരും ഹെയർ കെയർ ഒക്കെ ചെയ്ത് അടിപൊളിയാക്കുക. വീഡിയോ ഇഷ്ടമാവാൻ